ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേഷ്യൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്തിട്ട് പോവാം. ഇപ്പം സമയമില്ല, രാവിലെ ആണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫേസ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പാല് തന്നെ ഞാൻ എടുക്കുന്നത്. എനിക്ക് ആപ്റ്റായിട്ടുള്ളത് പാലാട്ടോ. എനിക്ക് കൂടുതലും ഗ്ലോ കിട്ടിയിട്ടുള്ളതും പാല് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളും ഇത് തന്നെ പാല് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല എന്നും ഞാൻ പറയില്ല, ഫേഷ്യൽ ചെയ്തില്ലെങ്കിൽ പോലും ഡെയിലി നമുക്കിങ്ങനെ പാല് വെച്ചിട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്യാമെങ്കിലും നമ്മളെ ഫേസ് നല്ല ക്ലീൻ ആവും, നല്ല ഗ്ലോ കിട്ടും നമുക്ക് ഫേസിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആ പാല് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ മാറ്റം വരും നമ്മുടെ ഫേസിന്. കണ്ണിലും ഒക്കെ ചെയ്യുക. ചൂടാക്കാത്ത പാലാണ്, പച്ചപ്പാലാട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ ക്ലെൻസ് ചെയ്യുക നല്ലപോലെ. ഇത്രയുള്ളേ. അപ്പം നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആവും നമ്മുടെ ഫേസ് ഈ ഒരു സംഭവം ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡെയിലി നിങ്ങൾ ഫേഷ്യൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഡെയിലി ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന ടൈമിൽ നമ്മളതിലേ കിടക്കാൻ പോകുന്ന ഒരു ടൈമിലോ നമ്മൾ ജോലിയെല്ലാം ഒതുക്കിയിട്ട് വരുന്നിട്ട് ഡെയിലി ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ പാല് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുക. നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ഫേസിന്. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് സ്ക്രബ് ചെയ്യാം. ഇനി ഇപ്പോൾ സ്ക്രബ് ചെയ്യാൻ എടുത്തേക്കുന്നത് നമ്മുടെ നവര റൈസിൻ്റെ പൊടിയാണ്. അത് കുറച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അതെ, കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. ഇതിൽ എടുത്തിട്ട് ചൂടുന്ന പാൽ ഒഴിക്കട്ടെ. നമുക്കിത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഇങ്ങനെ അത് നമുക്കിങ്ങനെ ഫേസിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി നല്ല ക്ലീൻ ആവും ഫേസ്. ഓക്കെ, ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൂടുതലും ഹെഡ്സ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അത്
നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെയാണല്ലോ കൂടുതൽ നമുക്ക് ഹെഡ്സ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാടിട്ടൊന്ന് വലിച്ചു പിടിക്കല്ലേ, ഒരു മയത്തിലൊരു ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ആഴ്ച 1-2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോരോ പാക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് വലുതായിട്ട് അങ്ങനെ ഹെഡ്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒന്ന് മസാജ് കൊടുത്താൽ മതി. ഞാൻ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്യണം കേട്ടോ, ഒന്നും ചെയ്യാതിരിക്കരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസിന് നല്ല മാറ്റം പറ്റും. നമ്മളെല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ വീട്ടിൽ എന്താ പറയുന്നത്, കുക്ക് ചെയ്യുന്നു, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുന്നു, കൊച്ചുങ്ങളുടെ കാര്യം നോക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു അരമണിക്കൂർ നമ്മൾ എന്തായാലും മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരു 30-35 വയസ്സൊക്കെ ആയിരുന്നു, നമ്മുടെ ഏജ് കൂടി വരുന്നതോറും നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല അത് മോശമായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ ഒന്നും നമ്മളെ പുറത്ത് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെച്ച് നമ്മൾ സ്കിന്നിലൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ നല്ല മാറ്റം വരും. അതുപോലെ ഇങ്ങനെ ഞാൻ പറയാം, ഞാനിത് ഡെയിലി കഴുകുന്നതാട്ടോ, സോപ്പ് പൊടിയിൽ മുക്കിയൊക്കെ കഴുകുന്നു. പക്ഷേ നമ്മൾ ഈ മഞ്ഞൾ യൂസ് ചെയ്യുമ്പം ആ ഒരു കളർ അതിൽ പിടിച്ചിട്ട് പോകത്തതേ ഇല്ല. അങ്ങനെ നല്ലപോലെ ഇങ്ങനെ തുടച്ചെടുക്കും. പതുക്കെ ഇപ്പം ഞാൻ ഇന്നലെ അങ്ങനെ സ്ക്രബിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ സ്ക്രബ് ചെയ്യാം. അങ്ങനെ എന്നും സ്ക്രബ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് അങ്ങനെ നല്ലതല്ല നമ്മുടെ സ്കിന്നിന്. അത് ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട. നോക്കിക്കേ, കണ്ടോ? ഇനി നമുക്ക് ഫേസിൽ നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. പാക്കിന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കടലമാവാണ്. കടലമാവും അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് മുൾട്ടാണി മിട്ടിയില്ലയോ, അതാണ്. അതൊരു സ്പൂൺ ഇടാം നമുക്ക്. കടലമാവിലേക്ക് മുൾട്ടാണി മിട്ടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇടുന്നത്, ഞാൻ പറയില്ല, നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി എപ്പോഴായാലും നമ്മൾ ഫേസിലായാലും ബോഡിയിലായാലും യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എടുക്കുകയും ചെയ്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ മഞ്ഞപ്പൊടി ജസ്റ്റ് ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ആക്കും. അപ്പോൾ ഒരു കുഞ്ഞായിട്ടൊന്ന് കളർ ഇങ്ങനെ ചേഞ്ച് ആവും. മാറുമ്പോഴത്തേക്കിനും അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ഞാനിങ്ങനെ ടിന്നിലാക്കി വെക്കും. അപ്പോൾ ഞാൻ ഫേസിലായാലും ഇപ്പോൾ കാലിലോ കയ്യിലോ ഒക്കെ പാക്ക് ഇടുന്ന ടൈമിൽ ഈ ഒരു മഞ്ഞപ്പൊടി ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റാണ്. ടാനൊക്കെ നല്ല രീതിക്ക് പോകും. നമ്മുടെ ഫേസിലും കാലിലും കയ്യിലും ഒക്കെയുള്ള ടാൻ റിമൂവ് ആവാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ. ആ മഞ്ഞപ്പൊടി അതിന് കുറച്ച് എടുത്തിട്ട് അതുകൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ എടുക്കുന്നതാണ് പൊട്ടറ്റോ ജ്യൂസാണ്. ഇത് നമുക്കറിയാമല്ലോ, കുറച്ച് നേരം നമ്മളിങ്ങനെ അരച്ച് വെക്കുമ്പോൾ അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവും. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് പൊട്ടറ്റോ ജ്യൂസാണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് നമ്മുടെ പൊട്ടറ്റോ എന്ന് പറയുന്നത്. നല്ലപോലെ ടാൻ റിമൂവ് ആവാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കരിമംഗലം അതൊക്കെ മാറാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് നമ്മുടെ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പൊട്ടറ്റോ ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പൊട്ടറ്റോ പിന്നെ നമ്മൾ ഇത്തിരി നേരം അരച്ച് വെക്കുമ്പോഴത്തേ അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആയി പോകും. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കടലമാവും നമ്മുടെ മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസും നല്ല ഒരു പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്കത് ഫേസിലിട്ട് കൊടുക്കാം. നല്ലപോലെ ഇട്ടോ കേട്ടോ ഫേസിലിങ്ങനെ.
മുൾട്ടാനി മിൽട്ടിയൊക്കെ നമുക്കറിയാമല്ലോ, നല്ലപോലെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും നമ്മളെ. അതുപോലെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പൊട്ടറ്റോ, കടലമാവ് ഇതൊക്കെ നല്ലതാണ്. നല്ലതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക. ചുള്ളിയിലൊക്കെ പറ്റുള്ളൂ. നമുക്ക് കഴുത്തിലൂടെ ഒന്ന് തേച്ച് വെക്കാം. പിന്നെ എന്നും ഇപ്പം നിങ്ങൾ ഈ 3 സ്റ്റെപ്പും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് പാക്ക് ആക്കിയിട്ട് അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഡെയിലി നമുക്ക് ഈ ഒരു പാക്ക് ഇടാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഇടാം. ഒരു 5 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കട്ടിക്ക് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, മതി. അപ്പം ഇങ്ങനെ ഇട്ടേക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് കളയാം. അപ്പം നോക്കിയേ, 20 മിനിറ്റ് കഴിഞ്ഞു. നല്ലപോലെ ഇത് ഉണങ്ങി പിടിച്ചു. നമ്മൾ പൊട്ടറ്റോ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്നിങ്ങനെ ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. നമുക്ക് തുടച്ച് മാറ്റാം. കണ്ട കാണാൻ പറ്റുന്നോ? അതുപോലെ നല്ലപോലെ ഗ്ലോ വരും കേട്ടോ, നല്ല മാറ്റം വരും. നമ്മൾ ചെയ്യണം കേട്ടോ. ഡെയിലി ഈ ഒരൊറ്റ പാക്കെങ്കിലും നിങ്ങൾ ഇടാൻ നോക്കുക. മറ്റേ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ നല്ലപോലെ മാറ്റം വരും കേട്ടോ. നമുക്കിങ്ങനെ തുടച്ച് വെക്കാം. മുടിയിലൊക്കെ പറ്റിച്ച് കാണുന്നില്ലേ വ്യത്യാസം? നല്ല മാറ്റം വരും കേട്ടോ. ഇപ്പോൾ ഡെയിലിയൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ രാത്രി വന്നിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കണം. ഏതെങ്കിലും ഇപ്പോൾ ഈ ഞാൻ കാണിച്ചതിനകത്ത് ഏതെങ്കിലുമൊക്കെ പാക്ക് നിങ്ങൾ രാത്രിയിലെങ്കിലും കിടക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ ചെയ്യാമെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ലപോലെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ആ ഒരു ടാനൊക്കെ പോയി ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഓക്കെ, പോയില്ലല്ലോ. പോയില്ല. ഓക്കെ, നല്ല ഭംഗിയായിട്ട് ടാനൊക്കെ പോയി നല്ല അടിപൊളിയാവും ഫേസ് കേട്ടോ. ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഞാൻ കഴുകിയിട്ട് വന്നിട്ട് എനിക്കൊന്ന് കഴുകിയെങ്കിൽ മാത്രമേ ഒരു തൃപ്തി വരത്തുള്ളൂ. കണ്ടോ, നോക്കിക്ക് നല്ല മാറ്റം വന്നില്ലയോ? കണ്ടോ,
ആവും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക, അത് മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.